ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള നല്ല കളറായിട്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടത്തിൻ്റെ ചങ്കു പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ പ്രേക്ഷകർക്ക് നിറവ് പകരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മാപ്രാണം ഹോളി ക്രോസ് ചർച്ചിലെ കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ ഉഷാറല്ലേ? സന്തോഷല്ലേ? അപ്പൊ ഈശോടത്ത് അടിച്ചു പൊളിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ സ്വർഗത്തിലെ 4-5 സെഗ്മെന്റ് ആയിട്ട് ഈശോയെ സ്നേഹിക്കലാണ് ഈ സ്വർഗത്തിലെ പരിപാടി. അപ്പൊ ആദ്യ ഭാഗം, ഒന്നാമത്തെ സെഗ്മെന്റ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. സ്വർഗത്തിലെ മാലാഖമാര് ദൈവത്തെ സ്തുതിക്കുന്ന പോലെ ഭൂമിയിലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോവാണ്. എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നോ അപ്പോഴൊക്കെ ദൈവം നമ്മളെ കാണുന്നത് ആരായിട്ടാണ്? ഉറക്കെ പറ, ആരായിട്ടാണ്? അപ്പൊ നമ്മളൊക്കെ മാലാഖമാരാകുന്ന സമയമാണ്. ഏത് സമയം? ദൈവത്തെ സ്തുതിക്കുന്ന സമയം. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് മാലാഖേനെ പോസ്റ്റ് ചെയ്തേ. ഓക്കെ, ഇതാണ് മാലാഖ. അല്പം നിന്ന് നിൽക്കണം, മനുഷ്യൻ അല്പം താഴ്ന്നു നിൽക്കണം. ഓക്കെ, റെഡി? ആ പറയുന്നതോടൊപ്പം മനുഷ്യനും ഉയർന്ന മാലാഖയ്ക്കൊപ്പം വരണം. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. ഹല്ലേലൂയ. ഇത് സത്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം മാലാഖയുടെ കൂട്ടത്തിലാണ് നമ്മളെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആർ യു റെഡി? ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകും. ഞാൻ 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 വ്യത്യസ്തനാ, നീ 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 വ്യത്യസ്തനാ, ഞാൻ 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 വ്യത്യസ്തനാ. ഓക്കേ, നീ 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 വ്യത്യസ്തനാ. നമ്മളെല്ലാം വ്യത്യസ്തരാ, നമ്മളെല്ലാം വ്യത്യസ്തരാ. ആനന്ദത്തോടെ ആവേശത്തോടെ പാടാം. ഹോയ് പഠിക്കേ. ആനന്ദത്തോടെ ആവേശത്തോടെ പാടാം. ഹോയ് ജുംന ജുംന ജുംനാനെ ഹോയ്, ജുംന ജുംന ജുംനാനെ ഹോയ്. എന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. പഠിക്കേ. എന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. നിന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. നിന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. എന്റെ രൂപം പോലെ എന്റെ കണ്ണുകൾ പോലെ. പഠിക്കേ. എന്റെ രൂപം പോലെ എന്റെ കണ്ണുകൾ പോലെ, എന്റെ പുഞ്ചിരി പോലെ എന്റെ നടത്തം പോലെ, എന്റെ പുഞ്ചിരി പോലെ എന്റെ നടത്തം പോലെ. ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ, ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ. ഞാൻ തികച്ചും വ്യത്യസ്തനാ, ദൈവത്തിന്റെ സമ്മാനമാ. പഠിക്കോ. ഞാൻ തികച്ചും വ്യത്യസ്തനാ, ദൈവത്തിന്റെ സമ്മാനം. ജുംന ജുംന, come on, ready? ജുംന ജുംന ജുംനാനെ ഹോയ്. Come on. ജുംന ജുംന ജുംനാനെ ഹോയ്. അപ്പൊ ഇതിലൊരു സ്റ്റെപ്പ് പഠിച്ചേ. ഞാൻ ഞാൻ നോക്കിയേ. ഞാൻ 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 നോക്കിയേ. ഞാൻ ഞാൻ വ്യത്യസ്തനാ. ചെയ്തേ. വ്യത്യസ്തനാ. അടുത്ത് നോക്കി. നീ 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 വ്യത്യസ്തനാ. ചെയ്തേ. ഒരു കൈ ഇങ്ങനെ വെക്കാം, ഒരു കൈ ഇങ്ങനെ വെക്കാം, എന്നിട്ട് വ്യത്യസ്തനാ. ഓക്കെ, അടുത്ത് നോക്കി. നമ്മളെല്ലാം നമ്മളെല്ലാം വ്യത്യസ്തരാം. ചെയ്തേ. നമ്മളെല്ലാം വ്യത്യസ്തരാ. ആനന്ദത്തോടെ എന്ന് പറയാം. കൈ പിടിക്കണം, ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റും കൈ പിടിക്കണം. ആനന്ദത്തോടെ. ഓക്കെ, ഈ രണ്ട് കൈ അങ്ങനെ പൊക്കണം. ബോയ്സ് ആൻഡ് ഗേൾസ് കൈ കോർത്ത് പിടിക്കണം. ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, എന്നിട്ട് കൈന് ആനന്ദത്തോടെ ഇങ്ങനെ ആടണം. എന്നിട്ട് ആവേശത്തോടെ നിറയെ കൈ പൊക്കണം. ആവേശത്തോടെ. ഓക്കെ, കൈ വിട്ടിട്ട് പാടാം.
ഹോയ് ഒറ്റ ചാട്ടം ചാട്ടം ഹോയ്. ഓക്കെ, അതിന്റെ ജുംന ജുംന എന്ന് ചെയ്യുമ്പോൾ നോക്കി, ജുംന ജുംന എത്ര ചെയ്തേ, ജുംന ജുംന ജുംനാനെ ഹോയ് ചെയ്തേ, ജുംന. അടുത്തത് ജുംന ജുംന ജുംനാനെ ഹോയ്. ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, എന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ ചെയ്തേ, എന്നെ പോലെ ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ലല്ലോ. നിന്നെ പോലെ മൈക്കിൽ പഠിക്കേ, ഉറക്കെ പഠനം കേട്ടോ, മൈക്കിൽ പറഞ്ഞേ, നിന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. എന്റെ രൂപം പോലെ ചെയ്തേ, എന്റെ രൂപം പോലെ, എന്റെ കണ്ണുകൾ പോലെ, എന്റെ കണ്ണുകൾ പോലെ, എന്റെ പുഞ്ചിരി പോലെ, എന്റെ പുഞ്ചിരി പോലെ, എന്റെ നടത്തം പോലെ, എന്റെ നടത്തം പോലെ. ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ, ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ തികച്ചും വ്യത്യസ്തനാ, ദൈവത്തിന്റെ സമ്മാനമാ, ഞാൻ തികച്ചും വ്യത്യസ്തനാ. ഓക്കെ, ദൈവത്തിന്റെ സമ്മാനം. ഞാൻ തികച്ചും ഞാൻ തികച്ചും വ്യത്യസ്തനാ, ദൈവത്തിന്റെ സമ്മാനമാ. ഓക്കെ, ജുംന ജുംന അതന്നെ സെയിം. ഓക്കെ, ഒന്ന് പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചാലോ? ആർ യു റെഡി? Yes. ഞാൻ വ്യത്യസ്തനാ, നീ 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 വ്യത്യസ്തനാ, ഞാൻ വ്യത്യസ്തനാ, നീ 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 വ്യത്യസ്തനാ. നമ്മളെല്ലാം വ്യത്യസ്തനാ, നമ്മളെല്ലാം വ്യത്യസ്തനാ. ആനന്ദത്തോടെ ആവേശത്തോടെ പാടാം. ഹോയ്. ജുംന 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 ജുംനാനെ ഹോയ്. Come on. ജുംന ജുംന ജുംനാനെ ഹോയ്. ഒന്നുകൂടെ, ജുംന ജുംന ജുംനാനെ ഹോയ്, ജുംന ജുംന ജുംനാനെ ഹോയ്. എന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. നിന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. ഒന്നുകൂടെ, എന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. നിന്നെ പോലെ ഈ ഭൂവിൽ വേറെ ആരും ഇല്ലല്ലോ. എന്റെ രൂപം പോലെ, എന്റെ രൂപം പോലെ, എന്റെ കണ്ണുകൾ പോലെ, എന്റെ പുഞ്ചിരി പോലെ, എന്റെ നടത്തം പോലെ, ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ, ഈ ഭൂവിൽ വേറാരും ഇല്ലല്ലോ. ഞാൻ തികച്ചും വ്യത്യസ്തനാ, ദൈവത്തിന്റെ സമ്മാനം. ഞാൻ തികച്ചും വ്യത്യസ്തനാ, ദൈവത്തിന്റെ സമ്മാനമാ. ജുംന ജുംന ജുംനാനെ ഹോയ്, ജുംന ജുംന ജുംന. ഒന്നുകൂടെ, ജുംന ജുംന. സ്പീഡില് ജുംന. ഒന്നുകൂടെ സ്പീഡില് ജുംന. സ്പീഡില് ജുംന ജുംന. കൈയടിച്ച് ജുംന ജുംന ജുംനാനെ ഹോയ്, ജുംന ജുംനാനെ ഹോയ്. ഈ സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. റെഡിയാണോ വചനം ഭക്ഷിക്കാൻ? Yes. ഓക്കെ, വചനം ഭക്ഷിച്ചാൽ എന്താ ഗുണം പറയൂ? ആത്മാവിന് പോഷകം. ആത്മാവിന്റെ പോഷണം കിട്ടും അല്ലേ, ഊർജം കിട്ടും, ആത്മാവിന് ബലം കിട്ടും. അപ്പോൾ വചനം ഭക്ഷിക്കാൻ പോവാണ് നമ്മൾ. ഇന്ന് നമുക്ക് വചനം പങ്കുവെച്ച് തരുന്നത് ജോബി ജോണൽ അങ്കിളാണ്. അങ്കിള് ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അങ്കിളാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്വർഗത്തിൽ വന്ന് കുട്ടികളെ കാണും, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്ന് അങ്കിൾ ഈ സ്വർഗത്തിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അപ്പോൾ അങ്കിളിന് നമ്മളൊരു ക്ലാപ്പ് കൊടുക്കാൻ പോവാണ്. അങ്കിൾ കൊടുക്കുന്ന ക്ലാപ്പാണ് ടോയ് ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? ടോയ് ക്ലാപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ടോയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ കീ ചെയ്യും അല്ലേ. അത് കഴിയുമ്പോൾ ടോയ് എന്ത് ചെയ്യും? ഇങ്ങനെ കൈയടിക്കും അല്ലേ. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. റെഡി, 1 2 3 ഗോ. കീ കൊടുത്തേ.
ഒരു സൗണ്ട് ഉണ്ടാക്കിയേ, എന്നിട്ട് കൈ അടിക്കണം. ഓക്കെ, ടോയ് ക്ലാപ്പ് പഠിച്ചോ? 3 പ്രാവശ്യം കീ ചെയ്യണം. അത് കഴിഞ്ഞാൽ നല്ല പഞ്ചിൽ കൈ അടിക്കണം, സ്പീഡിൽ. ഇതാണ് ടോയ് ക്ലാപ്പ്. ഓക്കെ, റെഡി, സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ജോബി ജോൺ അങ്കിളെ സ്വാഗതം ചെയ്യാം. ടോയ് ക്ലാപ്പ്, ഗോ. സ്വർഗത്തിലെ മലാക്കുട്ടികളെ, സുഖമാണോ? സുഖമാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. നന്നായിട്ടും ചിരിച്ചേ. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ ശരിക്കും സ്വർഗത്തിൽ നിൽക്കുന്ന ഫീലാണ്. എല്ലാവരും ഇരുന്നേ. അപ്പോൾ അങ്കിൾ എന്നൊരു കഥ പറയാം. കഥയ്ക്ക് മുമ്പ് നമുക്കൊരു വചനം പഠിച്ചാലോ? പഠിക്കാം. ഓക്കെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഓക്കെ, അപ്പോ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഓക്കെ. അത് നമ്മൾ ഇങ്ങനെ പറയും, അതായത് ഗോഡ് ഹാഡ് ഗിവൺ ഇനഫ് ടു സാറ്റിസ്ഫൈ ദ നീഡ് ബട്ട് നോട്ട് ഗ്രീഡ്. ഇങ്ങനെയാണ് പറയാ. ദൈവം മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ആർത്തിയൊന്നും മീറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. പണ്ട് ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ രാജാവ് ഭയങ്കര ഗ്രീഡി ആയിരുന്നു. ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാൾക്ക് ഭയങ്കര ആർത്തിയായിരുന്നു. സാധാരണ രാജാവിന് എന്തുണ്ടാവും? രാജകൊട്ടാരം ഉണ്ടാവും, ഒരുപാട് സ്വത്തുണ്ടാവും, ഒരുപാട് സ്വർണം ഉണ്ടാവും, ഒരുപാട് സമ്പത്തും എല്ലാം ഉള്ള രാജാവാണ്. എന്നിട്ടും ഇദ്ദേഹത്തിന് കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു രാജാവാണ്. ഓക്കെ, അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനായിട്ട് ഈ രാജാവ് തയ്യാറല്ലായിരുന്നു. ചില മനുഷ്യരങ്ങനെയില്ലേ, ചില കുട്ടികളൊക്കെ അങ്ങനെയില്ലേ, അവർക്ക് എന്ത് കിട്ടിയാലും അവർക്ക് മതിയാവില്ല. ഉള്ളതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കില്ല. പോരാ എന്നവർ പറയുള്ളൂ, അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രാജാവ് പ്രാർത്ഥിച്ചു, എനിക്ക് കുറേ കൂടെ ധാരാളം സമ്പത്ത് വേണമെന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഓക്കെ രാജാവേ, ചോദിച്ചോളൂ, എന്ത് വരം വേണമെങ്കിലും ഞാൻ തരാം. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, എനിക്ക് ഒരു വരം വേണം. ആ വരം ഇതാണ്, ഞാൻ തൊടുന്നതൊക്കെ സ്വർണമായിട്ട് മാറണം. ഇതാണ് വരം. ഓക്കെ, എന്താണ്? ഞാൻ തൊടുന്നതൊക്കെ സ്വർണമായിട്ട് മാറണം. ഓക്കെ, അപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, കണ്ടീഷൻ ശരി, ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു വരം മാത്രമേ തരുള്ളൂ, തന്ന വരം തിരിച്ചെടുക്കില്ല. ഇതാണ് കണ്ടീഷൻ. മനസ്സിലായല്ലോ? വരം തരാം, പക്ഷെ തന്ന വരം തിരിച്ചെടുക്കില്ല. അതായത് പിന്നെ മാറ്റം പറയരുത്. ഇവർക്ക് ഭയങ്കര സന്തോഷമായി, അല്ലേ? തൊടുന്നതൊക്കെ എന്താവും? സ്വർണമായിട്ട് മാറും. ആ രാജാവ് എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് വാതിലുമ്പ് തൊട്ടു, വാതിൽ സ്വർണ്ണമായിട്ട് മാറി. പിന്നെ പോയിട്ട് ജനലുമ്പ് തൊട്ടു, ജനൽ സ്വർണ്ണമായിട്ട് മാറി. പിന്നെ പോയിട്ട് എന്ത് ചെയ്തു? ഭിത്തിയുമ്പൊക്കെ തൊട്ടു, അവിടെയൊക്കെ സ്വർണ്ണമായിട്ട് മാറി. അങ്ങനെ തൊടുന്നതൊക്കെ സ്വർണ്ണമായി. രാജാവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കാലത്ത് മുതൽ ഉച്ച വരെ തൊടുന്നതൊക്കെ സ്വർണ്ണമായിട്ട് മാറിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ രാജാവിന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രാജാവ് പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നു. എന്താ സംഭവിക്കുക? ഭക്ഷണം തൊട്ടു, ഭക്ഷണം എന്തായിട്ട് മാറി? സ്വർണ്ണമായിട്ട് മാറി. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ നോക്കിയപ്പോഴേ രാജാവിന് ഭയങ്കര സങ്കടമായി. രാജാവ് സങ്കടം അറിയാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ട് രാജ്ഞീനെ തൊട്ടു. അപ്പോൾ രാജ്ഞി എന്തായിട്ട് മാറി? സ്വർണ്ണമായിട്ട് മാറി. അങ്ങനെ രാജാവിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ രാജാവിൻ്റെ ഇങ്ങനെ മക്കൾ വന്നു, അല്ലെ? രാജകുമാരിയും ഓടി രാജാവിനെ കെട്ടിപ്പിടിക്കാൻ വന്നു. രാജാവ് ഇവരെ കെട്ടിപ്പിടിച്ചു. മക്കൾ ആരായിട്ട് മാറി? സ്വർണ്ണമായിട്ട് മാറി. രാജാവിന് ഭയങ്കരമായിട്ട് വീണ്ടും വിശപ്പ് വന്നു. വീണ്ടും ഭക്ഷണം കൊണ്ടുവന്നു, അതൊക്കെ സ്വർണ്ണമായി. അങ്ങനെ തൊടുന്നൊക്കെ സ്വർണ്ണമായി. കുറേ നാൾ രാജാവിന് ഒന്നും കഴിക്കാൻ പറ്റാതായി. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയോ? രാജാവ് അവിടെ മരിച്ചു വീണു. മക്കളെ, ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം, വളരണം, വലുതാവണം, വലിയ ആൾക്കാരാവണം, ധാരാളം വലിയ പൊസിഷനിൽ എത്തണം, എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ മീറ്റ് ചെയ്യണം. പക്ഷേ എന്തുണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ? ദ്രവ്യാഗ്രഹങ്ങൾ ഉണ്ടാകരുത്. ചാടി എഴുന്നേറ്റേൻ, വലത്തേക്കായി ഹാർട്ടിൽ വെച്ചേൻ, എന്നിട്ട് പറയണം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ.
ഉള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. തൃപ്തിപ്പെടുവിൻ. അപ്പൊ എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോ വചനൊക്കെ ഭക്ഷിച്ചു, അതുപോലെ നമുക്ക് ജീവിക്കാം, റെഡിയാകാം. ആർ യു റെഡി? അപ്പൊ ഈ സ്വർഗത്തില് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. പിന്നെ ഈ സ്വർഗത്തില് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് ആരൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത്? ഒരു കൈയ്യടി കൊടുത്ത മക്കളെ, കൂട്ടുകാർക്ക് കൈയ്യടി കൊടുക്കാം. കമോൺ. ഇവരെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. മോളുടെ പേര് പറയൂ. റൈന റോസ് സെബി. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ ചാവറച്ചനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ചാവറ എലിയാസ് കുര്യാക്കോസ് അച്ഛനെ കുറിച്ച്. ഓക്കെ, നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓരോ കാലത്തിനും ഓരോ ദേശത്തിനും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള വിശുദ്ധ പ്രവാചകന്മാരുടെ ജീവിതവും ദർശനങ്ങളും പ്രവർത്തനങ്ങളും വഴി കാലാതീതമായി ദിശാബോധം പകരുന്നു. ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവം സമ്മാനിക്കുന്ന അവരുടെ ജീവിത മാതൃകകൾ തലമുറകൾക്ക് സമ്മാനമായി മാറുന്നു. സ്വാഭാവികമായ ജീവിതത്തെ അതിസ്വാഭാവികമായ വീക്ഷണകോണിലൂടെ ദർശിച്ചവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും. 1805 കൈനകരിയിൽ ജനിച്ചു വളർന്നത് മുതൽ 1871 വരെ ഉള്ള സംഭവബഹുലമായ ജീവിതം മലയാളിയെയും മലയാളക്കരയെയും ദീപ്തമാക്കിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1805 ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ കുര്യാക്കോസ് മേരി ദമ്പതികളുടെ 6ാമത്തെ മകനായി 1805 ഫെബ്രുവരി 10 ഭൂജാതനായി. 5ാം വയസ്സിൽ കളരി ആശാന്റെ കീഴിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. 1818 സെമിനാരിയിൽ വൈദിക പഠനത്തിന് തുടക്കം കുറിച്ചു. വരാപ്പുഴ അതിരൂപത അപ്പസ്തോലിക് വികാരി അഭിവന്ദ്യ മൗറോലിയസ് പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. 1855 സന്യാസവ്രതം സ്വീകരിച്ചു. നീണ്ട 66 വർഷം ദൈവകൃപയാൽ നയിക്കപ്പെട്ട് 1871 ജനുവരി 3-ാം തീയതി ദിവംഗതനായി. ജീവിതത്തിലുടനീളം മാധ്യസ്ഥയും മാതൃകയുമായി പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു. 40 മണി ആരാധന ആരംഭിച്ചതും പ്രചരിപ്പിച്ചതുമെല്ലാം അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ബാഹ്യരൂപമായിരുന്നു. വ്രതവാഗ്ദാന വേളയിൽ തിരുക്കുടുംബത്തിന്റെ ചാവറയച്ചൻ എന്ന പേര് സ്വീകരിച്ച പിതാവ് പിന്നീട് കുടുംബങ്ങളുടെ വിശദീകരണത്തിനായി നിരന്തരം പ്രയത്നിച്ചു. ചാവറ പിതാവ് 19ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് മധ്യത്തിൽ നിന്നും തൻ്റെ ചുറ്റുപാടുകളെ അപഗ്രന്ഥിച്ചുകൊണ്ട് നൽകിയ ചിട്ടകൾ ആ കാലഘട്ടത്തിന് മാത്രമല്ല, ഇന്ന് 150 വർഷങ്ങൾക്കിപ്പുറം ഇന്നും പ്രസക്തമാണ്. നവോത്ഥാനം തുടങ്ങേണ്ടത് അത് കുടുംബത്തിൽ നിന്നാണ്. ഭദ്രമായും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായും സ്നേഹത്തിൽ വേരുപാകിയും കുടുംബങ്ങൾ പണിതുയർത്തുമ്പോൾ അത് ആരോഗ്യകരമായ സമൂഹത്തിന് കാരണമാകുമെന്ന വളരെ ലളിതമായ ലോജിക്കാണ് ചാവറയച്ചൻ്റെ കുടുംബദർശനത്തിൻ്റെ അടിസ്ഥാനം. പരസ്നേഹത്തിൽ ജീവിക്കുക, നല്ല പ്രസംഗങ്ങൾ കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, കടമുള്ള ദിവസങ്ങളിൽ ദിവ്യബലിക്ക് പോവുക എന്നീ ഉപദേശങ്ങൾ മാതാപിതാക്കൾക്കും കൃത്യമായി സ്കൂളിൽ പോവുക, പഠിപ്പിച്ചവ ആഴ്ചതോറും ഓർമ്മ പുതുക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നീ ഉപദേശങ്ങൾ മക്കൾക്കായും നൽകിയ ചാവറ പിതാവ് കുടുംബങ്ങളെ ഭൂമിയിലെ സ്വർഗങ്ങളാക്കാനാണ് ശ്രമിച്ചത്. നാം എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും നാം അറിയുന്ന പ്രപഞ്ചം എന്ന ജോൺ പോൾ പിതാവിൻ്റെ ഉത്ബോധനവും സ്നേഹം തുടങ്ങുന്നത് കുടുംബത്തിലാണ് എന്ന മദർ തെരേസയുടെ വാക്കുകളും പിതാവിൻ്റെ കുടുംബദർശനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്നേഹമുള്ളവരെ, മൂല്യബോധം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അറിവിൻ്റെ വെളിച്ചം നൽകി സ്നേഹത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ പിതാവിൻ്റെ കുടുംബദർശനത്തിന് ഈ 21ാം നൂറ്റാണ്ടിലും ആകുമെന്ന അറിവിലേക്ക് ഇന്നത്തെ ലോകം വളരട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്. റൈന വളരെ മനോഹരമായിട്ട് ചാവറ പിതാവിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. ജോൺസൺ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചാവറ പിതാവിനെ കുറിച്ച് ജീവിതം ആസ്പദമാക്കിയൊരു വചനം പറയാണ്, നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധൻ്റെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ഗലാത്യ 6:10. വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. നന്ദി.
ഈശോയുടെ കൂട്ടുകാരെ, ആർ യു ഹാപ്പി? അപ്പോൾ നമ്മൾ ഈ സ്വർഗത്തിലെ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോകാണ്. നല്ല കളറായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അടുത്തത്. അടുത്ത സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറയൂ. ഈ സ്വർഗത്തിൽ ഇന്ന് ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? ഇവർക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ, നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഇവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. പേര് പറഞ്ഞേ. റിവിൻസ് റോയ്. റിവിൻസ് റോയ്. അടുത്ത ആള് ജോസഫ് വർഗീസ്. ജോസഫ് വർഗീസ്. ഒലിവർ ക്രിസ്റ്റോ ജോർജ്. ഒലിവിയർ ക്രിസ്റ്റോ ജോർജ്. സാവിയോ ബിനീഷ്. സാവിയോ ബിനീഷ്. അടുത്ത ആള് ജോഷ്ബി ജോബി. ജോഷ്വി ജോബി. അലോഷ്യസ് കെ ജെ. അലോഷ്യസ് കെ ജെ. ഓക്കെ, അപ്പൊ ഇവര് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്യുന്നേ? താലന്ത്. ഞങ്ങൾ പാട്ട് പാടുന്നു. ഇവരൊരു പാട്ട് പാടാൻ പോവാണ്. അപ്പൊ ഇവരുടെ പാട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ്. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ഈശോയുടെ കൂട്ടുകാരെ, അപ്പോൾ വളരെ ഫീൽഫുൾ ആയിട്ടുള്ളൊരു സോങ് ഒക്കെ നമുക്ക് നമ്മുടെ കൂട്ടുകാർ അവരുടെ താലന്ത് വഴി നമുക്ക് പങ്കുവെച്ച് തന്നു. ഇനി നമ്മൾ ഈ സ്വർഗത്തിലെ അഞ്ചാമത്തെ ഒരു സെഗ്മെൻ്റാണ് നല്ല ശീലം പഠിക്കാം. പറഞ്ഞേ. നല്ല ശീലം പഠിക്കാം. പഠിക്കാൻ പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ വചനം ഭക്ഷിച്ചപ്പോൾ കേട്ട കാര്യമൊക്കെയുണ്ട്. അതിനോട് ബേസ് ചെയ്തിട്ടൊരു നല്ല ശീലം നമ്മൾ പഠിക്കാൻ പോവാണ്. ആ ശീലം ഇതാണ്: ഫസ്റ്റായ പോരാ, ബെസ്റ്റ് ആകുകയും വേണം. എന്താണ് ആ വാക്കൊന്ന് പറഞ്ഞേ? ഫസ്റ്റായ പോരാ, ബെസ്റ്റ് ആവുകയും വേണം. ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യുന്ന, മാർക്കൊക്കെ മേടിക്കുന്ന, ട്രോഫി മേടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ കഴിയും.
പക്ഷേ നമുക്ക് വിജയം കിട്ടി, പക്ഷെ നമ്മുടെ സ്വഭാവത്തെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് ആവും വേണം, നമ്മൾ ബെസ്റ്റ് ആവും വേണം അല്ലേ? നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണം, നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടണം. അല്ലാണ്ട് പരീക്ഷയ്ക്ക് മാത്രം എനിക്ക് ഫുൾ A+ കിട്ടിയേ, ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആരും വലിയ വിലയൊന്നും തരത്തില്ല അല്ലേ? നമുക്ക് വേണമെങ്കിൽ വല്ല ഫ്ലെക്സൊക്കെ അടിച്ച് വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന നല്ല ശീലമാണ്, ഫസ്റ്റ് ആയാൽ മാത്രം പോരാ, ബെസ്റ്റ് ആകുകയും വേണം. പറഞ്ഞേ, അടുത്ത ആളെ നോക്കിയെന്ന് പറഞ്ഞേ, ഫസ്റ്റ് ആയാൽ മാത്രം പോരാ, ബെസ്റ്റ് ആകുകയും വേണം. പറഞ്ഞേ, ഓക്കെ. പ്രിയ കൂട്ടുകാരെ, പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾ ചങ്ക് ബ്രോസ്, ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇന്ന് പഠിച്ച നല്ല ശീലം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിച്ച് പ്രയത്നിച്ച് കഠിനാധ്വാനം ചെയ്ത് വിജയം നേടാൻ പറ്റും. പക്ഷെ ബെസ്റ്റാകും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് സ്വീകാര്യമാകുള്ളൂ. കൈയടിച്ച് സന്തോഷത്തോടെ ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ഈശോയോടൊത്ത് കളിക്കാം, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. വെരി ഗുഡ്. ഇരിക്കാം. ഹാർട്ടിലുള്ള കൈവച്ച് കണ്ണടച്ച് നല്ല ഭംഗിയായിട്ടിരുന്ന് ഈശോയെ നമ്മളൊന്ന് സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഈശോയെ, അങ്ങേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും നന്മയിലും വിശുദ്ധിയിലും വളർന്നു വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ സത്യസന്ധരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഫസ്റ്റ് ആയാൽ മാത്രം പോരാ, ബെസ്റ്റ് ആകുകയും വേണം എന്ന ചിന്തയിൽ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറന്നേ. ഇനിയാണ് നമ്മുടെ സസ്പെൻസ് അറിയാൻ പോവുകയാണ്. ഈ എപ്പിസോഡിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖ എന്നറിയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു വെച്ച റൈന വന്ന് ഇതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പോവാണ്. ആരായിരിക്കും ഇന്നത്തെ ഏഞ്ചൽ എന്നറിയാൻ പോവാണ്. കൈയടിച്ചേ. ജോസഫ് വർഗീസ്. ജോസഫ് വർഗീസ്. ജോസഫിന്റെ കൈയ്യടി കൊടുത്തേ. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ജോസഫ് വർഗീസ്. ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, അപ്പോൾ ഈ സ്വർഗത്തിലെ രസക്കാഴ്ചകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇത്ര നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചങ്ക് കൂട്ടുകാർക്കും ഒരു നല്ല കൈയടി കൊടുക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഗുഡ്നസ് TV മാലാഖക്കൂട്ടം ഈ സ്വർഗ കാഴ്ചകൾ നിങ്ങളെ ഏറെ ആനന്ദിപ്പിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാർ തകർത്ത് പെർഫോം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി. ഇനിയും ഞങ്ങളുടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നേരം ഞങ്ങളെ കണ്ടതിന്, വീക്ഷിച്ചതിന് ഈ സ്വർഗത്തിൻ്റെ വക ഈ മാലാഖമാരുടെ ഒരു ബിഗ് ക്ലാപ്പ് നിങ്ങൾക്ക് തരികയാണ്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. പുതിയ എനർജിയിൽ കളർഫുള്ളായിട്ട് പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.